പറഞ്ഞോളൂ ബ്രദർ. അദ്ദേഹം ഇവിടെ ക്ലബ് ഹൗസിൽ വന്നിട്ടില്ല. അദ്ദേഹം കയറ്റിവിടാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഹാൻഡ് റൈസ് ഓണല്ലേ ബ്രദറെ? അതെ അതെ അതെ. പുള്ളി കയറ്റിവിടാൻ ഇങ്ങനെ ഓരോരുത്തർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ. അവിടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പുള്ളി വരും എങ്കിൽ ഒരവസരം കൊടുക്കാം. അപ്പൊ ഷിഹാബിന് ജോയിൻ ചെയ്യേണ്ട ലിങ്ക് വീഡിയോ കോൺഫറൻസിങ് വഴിയാണെങ്കിൽ അതിനുള്ള ലിങ്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും പിൻ ചെയ്ത് കമൻറ്റിൽ വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൻ്റെയൊക്കെ ടൈറ്റിലിൽ തന്നെ ആ ലിങ്ക് ഉണ്ട്. അതല്ല ഷിഹാബിന് ക്ലബ് ഹൗസ് വഴിയാണെങ്കിൽ അതിന് ഷിഹാബിൻ്റെ ചോദ്യങ്ങളെന്ന് പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ മുനക്കൽ എന്നുള്ള ക്ലബിനകത്ത് ഹൗസിനകത്ത് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിനകത്തും ഷിഹാബിന് വരാം. ഷിഹാബ് വരൂ, ചോദ്യങ്ങൾ ചോദിക്കൂ, ഉത്തരം പറയാനാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഷിഹാബിന് എത്ര നേരം വേണമെങ്കിലും ഞാനിന്ന് ഷിഹാബിൻ്റെ ചോദ്യങ്ങളെല്ലാം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. തിരിച്ച് ഷിഹാബിനെ കൊണ്ടും കുറച്ച് ഉത്തരം പറയിപ്പിച്ചിട്ടേ വിടുന്നുള്ളൂ. കേന്ദ്രത്തിൽ എൻ്റെ സൗണ്ട് ഓക്കെ അല്ലേ? ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം സൗണ്ട് ഇച്ചിരി എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു പലരും. ക്ലിയർ ആണ് ബ്രദർ, ക്ലിയർ ആണ്. ഓക്കെ, ഷിഹാബ് കടന്നു വരൂ. ഷിഹാബ്, ഞാൻ ഫേസ്ബുക്കിലെ ഷിഹാബ് വന്നിട്ടുണ്ട് കയറ്റിവിടാൻ പറഞ്ഞ കമൻറ്റുകളൊക്കെ നമുക്ക് നൈസായിട്ടൊന്ന് നോക്കാം. ഷിഹാബ് വരണ വരെ ഷിഹാബ് സഹോദരൻ വന്നിട്ടുണ്ട് മുകളിൽ കയറ്റുകയെന്ന്. നവാസി അബ്ദുള്ള ഒന്ന് വിളിച്ചുകൊണ്ട് പോവാ ബ്രദറെ, ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്യുന്നത്. ഷിഹാബ് സഹോദരൻ വന്നിട്ടുണ്ട് മുകളിൽ വരാൻ വേണ്ടി ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നത്. ഈ സഹോദരൻ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ ഉപകാരമായിരുന്നു. നമുക്കിപ്പം തന്നെ കയറ്റി വിട്ടേക്കാം. ഞാൻ അതിനകത്ത് ലിങ്ക് താഴെ അദ്ദേഹത്തിന് റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റിലാണ് പറഞ്ഞെങ്കിൽ, അതല്ലെങ്കിൽ ക്ലബ് ഹൗസിലാണെങ്കിൽ അതിൻ്റെ ലിങ്ക് വേണിട്ടേക്കാം. ഷിഹാബേ, കമന്റ് ഇട്ട് കളിക്കാതെ വരൂ. യേശു അദ്ദേഹത്തിന്റെ നിയോഗം 6 10 വചനങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു. ഒന്നിൽ പിടിച്ചു തൂങ്ങാതെ അടുത്തയിലേക്ക് പോകണം. ഞങ്ങൾ എങ്ങും പിടിച്ചു തൂങ്ങിയിട്ടൊന്നുമില്ല. നിർത്തി ഓരോ വാക്യം എടുത്ത് അതിന് ഇഷ്ടംപോലെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലെ മറുപടി പറഞ്ഞെങ്കിൽ ഷിഹാബേ വാ, ഞാൻ എവിടെയാ പിടിച്ചു തൂങ്ങേണ്ടതെന്ന് താങ്കൾ പറ. താങ്കൾ പറയുന്നിടത്ത് പിടിച്ചു തൂങ്ങാൻ താങ്കൾ വാ. യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് തെളിവും രേഖയും സഹിതം വാക്യങ്ങൾ കൃത്യമായിട്ട് എടുത്ത് കാണിച്ചു. അല്ലാതെ ഷിഹാബ് വിഴുങ്ങിയതിൽ 8ാമത്തെ വാക്യം പറഞ്ഞിട്ട് 9ാമത്തെ വിഴുങ്ങിയേച്ചും പിന്നെ 10ാമത്തെ എഴുതുന്ന പരിപാടിയല്ല ഇത്. എല്ലാ വാക്യവും എടുത്തിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഷിഹാബേ, നിന്ന് ഡയലോഗ് അടിക്കാതെ ഇങ്ങ് വരിക. ഓക്കെ, അപ്പോൾ ഈ കമൻ്റ് ഇടണ നേരം വേണ്ടല്ലോ ഷിഹാബി, അന്തസ്സായിട്ട്. അപ്പം പേടിയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് നുണയാണെന്ന്, ഈ മുസ്ലിങ്ങൾ പറയുന്ന പച്ചക്കള്ളമാണെന്ന് അവർക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് അവർ വരില്ല. കാര്യം അവർക്കറിയാം അവർ പറയുന്നത് നുണയാണെന്ന്. നുണ കൈയോടെ പിടിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും വരത്തില്ല. നുണ വേണമെങ്കിൽ നമ്മൾ നോട്ടീസ് അടിക്കും. കാര്യം എന്താ, കൈയോടെ പിടിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ കൈയോടെ പിടിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുത്തരം നുണ പറയാനുള്ള നട്ടലുണ്ടാവില്ല. അതാണ് ഷിഹാബിൻ്റെ കേസിലും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ഇങ്ങനെ നുണ പറയാൻ മാത്രം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? താങ്കളുടെ ഈ വാദങ്ങളെല്ലാം തന്നെ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു. ഈ വാദങ്ങളെല്ലാം തന്നെ ബൈബിൾ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖണ്ഡിക്കുക തന്നെ ചെയ്യും. ഈ ചെയ്യുമെന്ന് പറഞ്ഞല്ലാതെ വരൂ ഷിഹാബ്. താങ്കൾ ഈ കണ്ടിക്കണത് എന്തുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടിരുന്ന് കണ്ടിച്ചുകൂടാ? താങ്കൾ ഈ ഒറ്റക്കൃതയെ കണ്ടിക്കൂ എന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാനുള്ളത്? വാ, നമുക്ക് സംസാരിക്കാനല്ലേ വിളിക്കുന്നത്. എൻ്റെ വാദം ഇരുന്ന് കണ്ടിക്കാൻ വേണ്ടി താങ്കൾ ഒറ്റക്ക് വീട്ടിൽ റൂം അടച്ചിരുന്ന് കണ്ടിക്കണ്ട. ഇങ്ങ് പോര്. ലൈവായിട്ട് ഓഡിയോ ആണെങ്കിൽ ഓഡിയോ, വീഡിയോ ആണെങ്കിൽ വീഡിയോ, എല്ലാ പ്ലാറ്റ്ഫോമും റെഡിയാക്കിയിട്ടായി വിളിക്കുന്നത്. അപ്പോൾ ഷിഹാബേ, ഇങ്ങനെ കിടന്ന് ഈ കമൻ്റ് ഇട്ട് മെഴുകാതെ അന്തസ്സോടെ വന്ന് കാര്യങ്ങൾ സംസാരിക്കുക. അതല്ലേ എൻ്റെ അന്തസ്. താങ്കൾ എവിടെ ആരെങ്കിലും പിടിച്ച് തല്ലുവോ? ഇല്ലല്ലോ. അപ്പോൾ അന്തസ്സോടെ കാര്യങ്ങൾ സംസാരിക്കാൻ പഠിക്കുക. അല്ലാതെ നിങ്ങളുടെ പ്രവാചകനെ പോലെ ഒളിച്ചും പാത്തിരുന്ന നാട്ടുകാരുടെ പെടലിക്കിട്ട് ഓട്ടുന്ന പരിപാടിയായിട്ട് വരാൻ നിൽക്കരുത്. അങ്ങനെ പറയാൻ എഴുതി കേട്ടോ. അബു അഫാഖ് എന്ന് പറയുന്ന വൃദ്ധനെയും അസ്മ എന്ന് പറയുന്ന ഒരു കവിയത്രിയെയും രാത്രി ആളെ വിട്ട് കൊല്ലിച്ച ടീമാണ് നിങ്ങളുടെ പ്രവാചകൻ. അല്ലാതെ നേർക്ക് നേരെ വരാനുള്ള നട്ടലൊന്നും അങ്ങേർക്ക് ഇപ്പോഴും ഇല്ല, പണ്ടും ഇല്ല. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങളെ യാത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ എൻ്റെ പൊന്നു ഷിഹാബേ, ഈ ഊടായ്പ പരിപാടി നിർത്തിക്കോണം. ഓക്കെ,
ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് 1000 കമൻറ്റിനകത്ത് എവിടെയെങ്കിലും കൊണ്ട് 10 കമൻറ്റ് അവിടെ ഇവിടെ റിപ്ലൈ ആയിട്ടും ഇതായിട്ടിട്ട് സെബാസ്റ്റ്യൻ ഉത്തരം മുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്തിന് വരരുത്. താങ്കൾക്ക് നട്ടലില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ സമയം തരും വരാൻ നട്ടലുണ്ട് വരിക. അല്ലാതെ നവാസി അബ്ദുള്ള ഈ ശിഹാബ് സഹോദരൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ വല്ല ഹോട്ടലിൽ പോയി ഉണ്ട കാര്യമാണോ അതോ ഇവിടെ വന്നിട്ടുള്ള കാര്യമാണോ? ഇവിടെ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ കയറ്റാം, ഇദ്ദേഹത്തൊന്ന് തള്ളിക്കയറ്റി ഇങ്ങോട്ട് വിട്ടു തന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റോളാം. ഷിഹാബ് സ്വന്തം ഐഡിയയിൽ തന്നെ അല്ലേ ഒരു ബിജു? ഷിഹാബെ കള്ള ഐഡിയിലാണെങ്കിൽ പറ കേട്ടോ, കള്ള ഐഡിയ ഏതാന്ന്. അത് പ്രത്യേകിച്ച് ഏത് ഐഡിയ ആണെന്ന് പറയണം കേട്ടോ. മെസ്സേജിൽ ടൈപ്പ് ചെയ്തിടുക. ദയവായിട്ട് മറ്റുള്ളവരൊന്ന് ഒഴിവാകുക. അയ്യോ, തൽക്കാലത്തെ നമ്മുടെ നവാസി അബ്ദുള്ള ഇട്ടേക്ക ഷിഹാബിനെ കയറ്റിവിടാൻ പറഞ്ഞ നവാസി അബ്ദുള്ള പറയാ ഷിഹാബിന് ഇന്ന് പനിയായിപ്പോയെന്ന്. ഒരു പാരസെറ്റമോൾ കഴിച്ചിട്ട് വരാൻ പറ. എന്തായാലും ഇവരൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് ഒളിച്ചിട്ട് കാര്യം എന്താ, ഇവന്മാർക്കറിയാം നമുക്ക് കുത്തിയിരുന്ന് ഇവന്മാരുടെ ഓരോ കമന്റിലിരുന്ന് മറുപടി പറയാൻ, നമുക്ക് മറുപടി ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ. എൻ്റെ പൊന്നു തോര എം അക്ബറിനെ പോലെ വേലയും കൂലിയില്ല നടക്കുന്ന ഒരാളൊന്നുമല്ല. ആഴ്ചയിൽ 10-40 മണിക്കൂർ അന്തസ്സായിട്ടിരുന്ന് കട്ടപ്പെട്ടിരുന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് പണിയെടുത്തിട്ടാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നെയ്യൊക്കെ ഇടുന്ന ഒരു 1000 കമൻറ്റ് ഇട്ട് 1000 കമൻറ്റ് ഇരുന്ന് ഷിഹാബ് കമൻറ്റ് ഇട്ട് ഇനി ഞാൻ മറുപടി പറയാതെ എങ്ങനെയാണ്? അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇരുന്ന് ഷിഹാബിന് മറുപടി പറയാം. ഇങ്ങനെ ആരാ ഇന്ത്യൻ പ്രസിഡന്റോ? നിങ്ങൾ പറഞ്ഞൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാൻ. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫേസ് ടു ഫേസ് വാ. അതാണ് അന്തസ്. അതിന് വേണ്ടി ഒരു ദിവസം ഞാൻ മാറ്റി വെച്ചില്ലേ. ഇതിനൊന്നും വരികയില്ല, ഒക്കെ പേടിയാ. എന്നിട്ട് നീ ഏതെങ്കിലും കാര്യത്തിൽ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ വരും സെബാസ്റ്റ്യൻ ഉത്തരവില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി മേലാൽ അതിന് ഉടായി പോയിട്ട് ഷിഹാബ് വരരുത്, മനസ്സിലായോ? ഉത്തരം മുട്ടി മുങ്ങിയാലും സെബാസ്റ്റ്യൻ പിന്നെ ഉത്തരവില്ല. എൻ്റെ ഷിഹാബെ, ഞാൻ ഈ വീഡിയോ തുടങ്ങിയ കാലം മുതൽ, ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്ന കാലം മുതൽ ലൈവായിട്ടാണ്. അല്ലാതെ നിങ്ങളുടെ ഈച്ച സാഹിബ് അക്ബർ സാഹിബും ചെയ്യണ പോലെ ഏതെങ്കിലും വീഡിയോ 1000 എഡിറ്റും ചെയ്ത് റെക്കോർഡ് ചെയ്ത് 1000 എഡിറ്റും ചെയ്ത് 2 ആഴ്ചയ്ക്ക് ശേഷം കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യുന്ന പരിപാടിയല്ല. ഞാനൊരു പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ ഏത് മുസ്ലിമും മുഹമ്മദ് നേരിട്ടിറങ്ങി വന്നാലും ശരി, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി അന്തസ്സോടെ അവിടെ ഒരു അവസരം കൂടെ കൊടുത്തിട്ടാണ് ഞാൻ പോവാറ്. അല്ല നിന്നെയൊക്കെ പോലെ എങ്കിലും കമൻറ്റിനകത്ത് വന്നിട്ട് ഗുണഗുണാന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് പോവല്ല, മനസ്സിലായോ? അപ്പോൾ ഈ മുസ്ലിം പണ്ഡിതന്മാരുടെ ഉടായ്പ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഇവിടെ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾക്ക് അന്തസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചോദിച്ചാൽ, ഇപ്പോൾ അള്ളാഹു ഭൂതമാണെന്ന് പറഞ്ഞു, ജിന്നാണെന്ന് പറഞ്ഞു, അന്തസ്സോടെ തെളിയിക്കാൻ ഞാൻ നിങ്ങളുടെ മുന്നിട്ട് ഞാൻ തെളിയിച്ചു തരാം അള്ളാഹു ഒരു ജിന്ന് ദേവനാന്ന്. അപ്പോൾ അതാണ് അന്തസ്. അല്ലാതെ യേശു ഭൂതത്തിൻ്റെ വേഷം ധരിച്ചു വന്നു എന്നൊക്കെ നിങ്ങൾ അവിടെ ഒരു നീതി ചോദിച്ചും ഇതൊക്കെ ഇല്ല ഞാനിരുന്ന് മറുപടി പറയണമെന്ന്. അതും കമൻറ്റിൽ ടൈപ്പ് ചെയ്ത് മാത്രം. പുള്ളിക്ക് ചെവി പൊട്ടാ, വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഷിഹാബിന്. എൻ്റെ പൊന്നേ, ഇനി ഷിഹാബ് ഫേസ്ബുക്കിൽ വിട്ടിനി യൂട്യൂബിൽ വല്ലതും വന്നിരിപ്പുണ്ടോ? ക്യാമറ ഞാൻ ഒരു 5 മിനിറ്റ് ഇരിക്കുക കേട്ടോ. കാര്യം ഇവനെ കൊണ്ട് വലിയ ശല്യമാണ്, വെറുതെ എല്ലാ വീഡിയോയുടെ താഴെയും വന്ന കമൻറ്റ്. അതുകൊണ്ട് ഇപ്പം വരുമോന്ന് ഇവന് അവസരവും കൊടുത്തില്ല. ഇനി ഞാൻ ക്ലബ് ഹൗസ് ഓപ്പൺ ആക്കി വന്നപ്പോൾ സെബാസ്റ്റ്യൻ ബ്രദർ പേടിച്ചിട്ട് ഇട്ടിട്ട് പോയി എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് അമ്മാതിരി എന്താ പറയുക, തേർഡ് റൈറ്റാണ് ഈ ടീം എന്ന് പറയുന്നത്. ഹൈത്തമി ഉസ്താദിന്റെ സംവാദങ്ങൾ കാണാൻ, ഹൈത്തമി ഉസ്താദിനോട് സെബാസ്റ്റ്യൻ ഉസ്താദിന്റെ സംവാദം കാണാൻ പറഞ്ഞാൽ മതി. ഹൈത്തമി ഉസ്താദ് ഇസ്ലാം മതം വിട്ടോളൂ. ഓക്കെ, എന്നെ പൊന്നനസേ, ഹൈത്തമി ഉസ്താദിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ, നമുക്ക് സംവദിക്കാം. അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന് മറുപടി പറയാതെ മുങ്ങി നടന്നിട്ട് ഹൈത്തമി ഉസ്താദിനെ കാണാൻ പറയുന്നത് എവിടെ തന്നെയായോ? ആദ്യം ഷിഹാബ് ഉസ്താദിനൊന്ന് എടുത്തുകൊണ്ട് പോവാ, ഞങ്ങളൊന്ന് പറഞ്ഞ് തീർക്കട്ട്, എന്നിട്ട് നമുക്ക് ഹൈത്തമി ഉസ്താദിന്റെ പുറകെ പോവാം. പഴയ നിയമം കാലഹരണപ്പെട്ടെന്നല്ല, പഴയ നിയമത്തിനൊരു കാലമുണ്ടായിരുന്നു. ആ കാലം വരെ അതിന് പ്രസക്തിയുണ്ട്. അത് യേശു ക്രിസ്തു പറഞ്ഞു, ഞങ്ങളാരുമല്ല. ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടം യോഹന്നാൻ സ്നാപകൻ വരെയായിരുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ മരണത്തിന് മുന്നേ ജനിച്ചവരെല്ലാം ന്യായപ്രമാണത്തിൻ്റെ കീഴിലുണ്ടായിരുന്നവരാണ്. യേശു ക്രിസ്തുവിന് ശേഷം വരുന്നവരെല്ലാം പുതിയ നിയമം ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല. അത് കൃത്യമായിട്ട് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടം യോഹന്നാൻ സ്നാപകൻ വരെയായിരുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. അതിനപ്പുറം ഒരു അപ്പീലും പിന്നാനകത്തില്ല.
മനുഷ്യനെ സൃഷ്ടിക്കാതിരുന്നില്ല ഈ പ്രശ്നം ഉണ്ടാവും. എല്ലാം അറിയാവുന്ന ദൈവം എന്തിനാണ് ഈ കടുങ്ക ചെയ്തത്? എൻ്റെ പൊന്നു സഹോദര, മക്കളെ ഏതെങ്കിലും ഭൂരിഭാഗം മനുഷ്യർക്ക് മക്കളെ കൊണ്ട് സങ്കടമല്ലേ ഉണ്ടാവാറുള്ളൂ എന്ന് വെച്ച് മനുഷ്യർ മക്കളുണ്ടാക്കുന്നില്ലേ? വിമാന എത്രയോ ആയിരക്കണക്കിന് ആളുകൾ വിമാനാപകടത്തിൽ മരിക്കുന്നുണ്ട്, നമ്മളാരും യാത്ര ചെയ്യുന്നില്ലേ? കാര്യങ്ങൾ ചെയ്യും. മനുഷ്യർ പൊട്ടന്മാരെന്ന് കർത്താവിനറിയാം. അത് അവർ ചെയ്യും. അവരവരുടെ പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്തെന്ന് കർത്താവിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് സൃഷ്ടിച്ചത്. അല്ലാതെ എല്ലാ മനുഷ്യർ തെറ്റിപ്പോകുന്ന പറഞ്ഞിട്ട് മനുഷ്യർ സൃഷ്ടിക്കാതിരിക്കേണ്ട കാര്യമൊന്നും കർത്താവിനില്ല. കർത്താവിന് കൃത്യമായ പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, അത്ര തന്നെ. യഹസ്കേൽ 9:6 വൃദ്ധന്മാരെയും യവനക്കാരെയും കന്യകമാരെയും കൊന്നുകളവിൻ. ഭയങ്കര ബുദ്ധിയായിപ്പോയല്ലോ സഹോദര. യഹസ്കേൽ 9:6 ഇദ്ദേഹം പറയുന്നത് വൃദ്ധന്മാരെ യവനക്കാരെ എല്ലാം കൊന്നു കളയണമെന്ന് യഹസ്കേൽ 9:6 പറയുന്നതാണ് ഈ സഹോദരൻ പറയുന്നത് ഇവിടെ. ഇവിടെ ആരെങ്കിലും പോയി കൊന്നുകളയാനാണോ പറയുന്നത്? അല്ല. അവനോട് യഹോവ, നീ നഗരത്തിൻ്റെ നടുവിൽ, ഇതൊരു ദർശനമാണ്. ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ദർശനത്തിൽ പറയുന്ന കാര്യമാണ്. ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ദർശനം പോലെ പ്രവാചകൻ പറയുന്ന കാര്യം. അവനോട് യഹോവ, നീ നഗരത്തിൻ്റെ നടുവിൽ, യെരൂശലേമിൻ്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കഴിയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. മറ്റവരോട് ഞാൻ കേൾക്കേ നിങ്ങൾ അവൻ്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവിൻ. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കുകയും വരുത്. വൃദ്ധന്മാരെയും യവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവിൻ. എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തുടരുത്. എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ആലയത്തിന് മുമ്പിലുണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി. ഇത് എന്തിനെക്കുറിച്ച് പറയുന്നതാ? ഇതൊരു പ്രവാചകന്റെ പ്രവചനമാണ്. ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ അന്യരാജ്യക്കാർ വന്ന് ഇവിടെ ഇവർ ചെയ്ത പാപങ്ങൾക്ക് ഇതായിട്ട് നിങ്ങൾ നശിക്കും. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നശിക്കും. നിങ്ങളുടെ പൈതങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം കൊല്ലപ്പെടും. അത് പ്രവാചകന്റെ പ്രവചനമാണ്. അത് സ്വന്തം നാട്ടുകാരോടുള്ള പ്രവചനം, അല്ലാതെ മഞ്ഞ നാട്ടുകാരെ പോയി കൊല്ലാൻ പറഞ്ഞ പ്രവചനമൊന്നുമല്ല. സ്വന്തം നാട്ടുകാരോട് ആ നാട്ടിലെ പ്രവാചകൻ, ഇസ്രായേലിയനായ യഹൂദനായ പ്രവാചകൻ തൻ്റെ ജനത്തോട് പറയുന്നതാണ്, നിങ്ങളിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് ദൈവം പറയും. അത് പ്രവചന ഭാഷയിൽ പറയുന്നതാണ് കാണുന്നത്. അല്ലാതെ പ്രവാചകനോട് ആളുകളെ പോയി വെട്ടിക്കൊല്ലാൻ പറഞ്ഞതല്ല. മുഹമ്മദ് ഇത് അങ്ങനെയല്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാത്തവരോടെല്ലാം യുദ്ധം ചെയ്യാൻ. അള്ളാഹു എന്ന് പറയുന്ന ഈ ജിന്നിനെ ദൈവമായിട്ട് അംഗീകരിക്കാത്ത, അള്ളാഹു എന്ന് പറയുന്ന ജിന്നല്ലാതെ വേറെ ദൈവമില്ല എന്ന് സമ്മതിക്കുന്നത് വരെ ആളുകളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ് പഠിപ്പിച്ച ആളാണ് ഈ മുഹമ്മദ്. ക്രിസ്ത്യാനികൾ മതം മാറിയില്ലെങ്കിൽ, ഇസ്ലാം മതത്തെ മതമായി സ്വീകരിച്ചില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യണമെന്ന് പഠിപ്പിച്ച ആളാണ് ഈ മുഹമ്മദ്. ആ മുഹമ്മദിനെ പ്രവാചകനായിട്ട് കാണുന്ന നിങ്ങൾ പ്രവചനത്തിൻ്റെ വിഷയത്തിൽ, അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് യഹസ്കേൽ പ്രവാചകൻ തൻ്റെ ജനത്തിന് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തൻ്റെ ജനത്തോട് പറയുന്ന കാര്യമാണത്. ഈ വിശ്വസ്തനും സത്യവാനും അവിടെ ഇരുന്ന് കുറേ നേരമായല്ലോ. അപ്പോൾ ബീന, ഇസ്രായേലിനെ സ്നേഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുന്ന പഴയ നിയമ വചനം റിമൂവ് ചെയ്തേക്കാം മനസ്സിന്. ഇസ്രായേലിനെ സ്നേഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുന്ന പഴയ നിയമ വചനം അന്നുണ്ടായിരുന്നു. അന്ന് ഇസ്രായേലിനെ സ്നേഹിച്ചവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുമുണ്ട്. പഴയ നിയമ പ്രമാണങ്ങൾക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അതിന് വാലിഡിറ്റി ഉണ്ട്. അതിന്നും മാറ്റപ്പെട്ടിട്ടില്ല. ആ സാധനം അവിടെ തന്നെയുണ്ട്. പക്ഷെ ഒരു കാലം വരെയാണ് അതിൻ്റെ പ്രസക്തി. ന്യായപ്രമാണത്തിൻ്റെ കാലം യോഹന്നാൻ സ്നാപകൻ വരെ. ദർ ഇസ് നോ അപ്പീൽ ഇൻ ഇറ്റ്. കാര്യം അത് യേശു ക്രിസ്തുവിൻ്റെ വളരെ കൃത്യമായ വാക്കാണ്. അത് യോഹന്നാൻ സ്നാപകൻ വരെയാണ് ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടം. ആ മോശയിക നിയമത്തിൻ്റെ തോറയുടെ കാലഘട്ടം അതുവരെ മാത്രമാണ്. എന്ന് വെച്ച് യെശയ്യാപ്രവാചകൻ്റെ പ്രവചനം ഇനി ആ പ്രവചനം ഇല്ല, എടുത്ത് കളഞ്ഞേക്കാനല്ല. ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടം അവിടം വരെയാണ്. പ്രവചനങ്ങളൊക്കെ ലോകാവസാനം, ദാനിയ പ്രവചനം ലോകാവസാനം വരെ പ്രവചിക്കുന്നു. സെഖര്യാ പ്രവചനം ലോകത്തിൻ്റെ അവസാനം വരെ പ്രവചിക്കുന്നുണ്ട്. അങ്ങനെ പല പ്രവചനങ്ങളും ലോകാവസാനം വരെയുണ്ട്. എന്നാൽ ഈ പറയുന്ന ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടം അത്രയേ ഉള്ളൂ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, കെവിൻ ബ്രദറെ, വേറെ ആരുമില്ല എന്ന് ഇയാൾ വന്നില്ല, ഷിഹാബ് വന്നില്ലല്ലോ എൻ്റെ അറിവിൽ, എനിക്ക് കാണുന്നില്ല. എന്തായാലും ഇല്ല ബ്രദറെ, ഷിഹാബ് വന്നിട്ടില്ല. ഷിഹാബ് ഇല്ല. ആകെ ഒരു ഐറിൻ സാജോയും ഒരു
LJ സൂസൻ, ഇത് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്രിസ്ത്യൻസ് അല്ലേ? അതെ. ഷിഹാബെ, വെറുതെ ആളുകളെ ബുദ്ധിമുട്ടിക്കില്ല. വരുന്നെങ്കിൽ താങ്കൾ വാ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ പണിയുണ്ട്. ഇനി വല്ല കള്ളപ്പേരിലുമാണ് ഷിഹാബ് വന്നെങ്കിൽ ആ കള്ളപ്പേര് എന്താണെന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ ദിവസം ഷിഹാബിന് വേണ്ടി ഞങ്ങൾ ഒഴിച്ചിട്ടേക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ഷിഹാബിന് മറുപടി കിട്ടില്ല എന്നുള്ള പരാതി പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങൾ ഷിഹാബിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് പൊന്നു ഷിഹാബെ, കടന്നു വരിക. ഷിഹാബ് സഹോദരൻ ഊമയാണ്, അതുകൊണ്ടാണ് എഴുത്തും വായനയും മാത്രം അറിയത്തുള്ളൂ വന്നത്. ഊമനും ബദിരനാണെന്ന് തോന്നണേ, പറയണത് കേൾക്കുന്നില്ല. അപ്പം എന്തായാലും ഷിഹാബിന് നട്ടലില്ല എന്ന് മനസ്സിലായ സ്ഥിതിക്കും, ഷിഹാബ് പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായ സ്ഥിതിക്കും, ഇനി മേലാൽ ഇമാതിരി നുണയും പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സിലേക്ക് വരരുത്. ഇനി നാളെയും വരും, അതുകൊണ്ടായി പറയണേ. ഈ വീഡിയോയുടെ താഴെയും പുള്ളി കമൻറ്റ് ഇടും. ഇനി ഞാൻ ചോദിച്ചതിനൊന്നും ഉത്തരവില്ല, സെബാസ്റ്റ്യൻ പുന്നക്കൽ മുങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്തരവിടും. ഞാൻ മുങ്ങിയിട്ടില്ല, ഞാനിവിടെ തന്നെയുണ്ട്. ഷിഹാബാണിപ്പം മുങ്ങിയിരിക്കുന്നത്. ഇനി മേലാൽ ഇമാതിരി ഡയലോഗ് അടിച്ചാൽ ക്രിസ്ത്യാനികളുടെ കമൻറ്റ് ബോക്സിലേക്ക് വരരുത്. ഓക്കെ, നിങ്ങളെപ്പോലെ വെട്ടിക്കൊല്ലും തല്ലിക്കൊല്ലും എന്നൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. പക്ഷേ അക്കാഡമിക്കായിട്ട് നിങ്ങൾ പറയുന്നതിന് കൃത്യമായ മറുപടിയും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൻ്റെ ഉഡായിപ്പ് കൃത്യമായിട്ട് തുറന്ന് കാണിക്കുകയും ചെയ്യും. അതാണ് ഞങ്ങളുടെ ഒരു രീതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ മണ്ടൻ ഉസ്താദുമാരെന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അതുമായിട്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ വേദികളിൽ വരികയും അവിടെ വന്ന് കമൻറ്റിൽ കിടന്ന് മെഴുകുകയും ചെയ്യരുത് എന്ന് ഷിഹാബിനോട് നിർദ്ദേശിക്കുകയാണ്. ഉപദേശിക്കുകയല്ല, നിർദ്ദേശിക്കുകയാണ്. കൽപ്പിക്കാൻ ഞാൻ ആളല്ലാത്തതുകൊണ്ട് കൽപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പം എൻ്റെ പൊന്നു ഷിഹാബെ, ഈ മീശയൊക്കെ വെച്ച് നന്നാ പോരാ. ഇപ്പം പുള്ളി ഈ മീശയൊക്കെ മാറ്റി ഹെൽമെറ്റും വെച്ചാ ഫേസ്ബുക്കിൽ ഫോട്ടോ. പക്ഷേ ഈ ഫോട്ടോയൊക്കെ ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചേ. നിങ്ങൾ തന്നെ ഫേസ്ബുക്ക് ഇട്ട ഫോട്ടോ അല്ല, ഞങ്ങളാരും വേണ്ട ഫോൺ ആക്കിയെടുത്തൊന്നുമല്ല. അപ്പോൾ ഇപ്പം മീശയും കണ്ണാടിയൊക്കെ മാറ്റി പതുക്കെ ഹെൽമെറ്റൊക്കെ വെച്ചാൽ ഫേസ്ബുക്കിൽ. ഇനിയിപ്പോൾ ഹെൽമെറ്റും കൂടെ മാറ്റി പകരം തല മുണ്ടും കൂടെ ഇട്ടിട്ടങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം എന്തായാലും ഷിഹാബിൻ്റെ ചോദ്യവും ഉത്തരവും ഒക്കെ ഇവിടെ അവസാനിച്ച സ്ഥിതി. ഇപ്പം കമൻറ്റും ഇല്ലല്ലോ ഷിഹാബ് കമൻറ്റും ഇല്ലല്ലോ അല്ലേ? ഫേസ്ബുക്കിൽ കമൻ്റ് ഇല്ല, യൂട്യൂബിലും കമൻ്റ് ഇല്ല, നമ്മുടെ ക്ലബ് ഹൗസിലും ഷിഹാബ് കമൻറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഷിഹാബിൻ്റെ കമൻറ്റും അവസാനിച്ച സ്ഥിതിക്ക് നമുക്കങ്ങ് പരിപാടി അങ്ങ് നിർത്താം. ഓക്കെ, ഷിഹാബിന് ഇന്ന് പനിയായി പോയി. അതുകൊണ്ട് ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു ജഗതി പറഞ്ഞ പോലെയാണ് ഷിഹാബിൻ്റെ അവസ്ഥ. അതുകൊണ്ട് എൻ്റെ പൊന്ന് ഷിഹാബെ, ദയവ് ചെയ്ത് ഇനി ഇതുപോലുള്ള മണ്ടത്തരങ്ങളുമായിട്ട് ഞങ്ങളുടെ വേദിയിൽ വരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നലെ പ്രോഗ്രാം അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഷിഹാബിൻ്റെ ചോദ്യങ്ങളാണ് എടുത്തത്. അതിനുള്ള മറുപടിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ ക്ലബ് ഹൗസിലോ അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന മീറ്റിംഗ് ലിങ്കിലോ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്. ഷിഹാബ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അവസരമുണ്ട്. അല്ലെങ്കിൽ നമ്മളോട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഷിഹാബ് ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും, അതായത് യേശുക്രിസ്തു മരിച്ചിട്ടില്ല, യേശുക്രിസ്തു മരിക്കുമെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല, ഇതുപോലുള്ള ഓരോ ഉഡായിപ്പ് കാര്യങ്ങൾക്കും യേശുക്രിസ്തു മരിക്കുമെന്ന് യേശുക്രിസ്തു മുൻകൂട്ടി പ്രവചിച്ച കാര്യവും അതെല്ലാം തെളിവ് സഹിതം എടുത്തു പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു യഹൂദന്മാരിലേക്ക് മാത്രം വന്ന ആളാണെന്ന് പറഞ്ഞു. എന്നാൽ യേശുക്രിസ്തു യഹൂദന്മാരിലേക്ക് മാത്രം വന്ന ആളല്ല എന്ന് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തു കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഷിഹാബിന് കാര്യങ്ങൾ എടുത്ത് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഷിഹാബ് പറയുന്നു യേശുക്രിസ്തു യഹൂദന്മാരുടെ നാട്ടിലേക്ക് മാത്രം വന്നതാണ്. ഖുർആൻ എന്താ പറയുന്നത്? ഖുർആനെക്കുറിച്ച് എന്താ പറയുന്നത്? ഈ പറയുന്ന മക്കൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ഇറങ്ങിയ ഒരു അറബി ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി, മക്കൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ഇറങ്ങിയ ഒരു പുസ്തകമാണെന്നാണ് ഖുർആനെക്കുറിച്ച് ഈ പറയുന്ന ഖുർആനിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഖുർആനകത്ത് എഴുതി വച്ചിരിക്കുന്ന കാര്യം എന്താ? ഈ മക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പുസ്തകമാണ് ഈ ഖുർആൻ എന്നാണ് ഖുർആനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം ഈ മുഹമ്മദ് വന്നത് അറബികൾക്ക് വേണ്ടി മാത്രമാണെന്നും അറബി ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണെന്നും
ഈ മുഹമ്മദ് ഖുറാൻ കൊണ്ടുവന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുസ്ലിങ്ങൾക്കെന്നല്ല, ഈ ഖുറൈശികൾക്ക് വേണ്ടി മാത്രമാണെന്നും അല്ലാതെ മറ്റാർക്കും അത് ആവശ്യമില്ലെന്നും കൃത്യമായിട്ട് ഖുറാനകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ താങ്കൾ ഈ ബൈബിളിൽ യേശുക്രിസ്തു യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കല്ല? ഞാൻ ആയത്തും കൂടി എടുത്ത് കാണിച്ചിട്ട് ഇന്നത്തെ പ്രോഗ്രാം അതിൻ്റെ ചെയ്യാം നമുക്ക്. ഖുറാനിലെ 42-ാമത്തെ ആയത്ത്, സൂറ ശൂറ, ഖുറാനിലെ 42-ാമത്തെ ആയത്ത് സൂറത്ത് ഷൂറയിലെ 7-ാമത്തെ 42-ാമത്തെ സൂറയിലെ 7-ാമത്തെ ആയത്ത് ഞാൻ അടുത്ത് ഡിസ്പ്ലേ ചെയ്യാം. ഷൂറ 42, ഖുറാനിലെ 42-ാമത്തെ സൂറയായ സൂറ ഷൂറയിലെ 7-ാമത്തെ ആയത്ത്. അപ്രകാരം നിനക്ക് നാം അറബി ഭാഷയിലുള്ള ഖുറാൻ ബോധനം നൽകിയിരിക്കുന്നു. ഉമ്മൽ ഖുറ അഥവാ ഖുറാന്റെ ഉമ്മ ആയിട്ടുള്ള, അതായത് മക്കയിലുള്ളവർക്കും അതിനു ചുറ്റുമുള്ളവർക്ക് നീ താക്കീത് നൽകാൻ വേണ്ടിയും സംശയരഹിതമായ സമ്മേളന ദിവസത്തെപ്പറ്റി നീ താക്കീത് നൽകാൻ വേണ്ടിയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിനെ കുറിച്ച് താക്കീത് നൽകാൻ വേണ്ടി, സമ്മേളന ദിവസത്തെക്കുറിച്ച് താക്കീത് നൽകാൻ വേണ്ടി മക്കയിലുള്ളവർക്കും ഈ അറബി ഭാഷയിലുള്ള ഖുറാൻ ഉമ്മൽ ഖുറ മക്കയിലുള്ളവർക്ക് അതിന് ചുറ്റുമുള്ളവർക്കും മാത്രമാണ് തന്നിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഷുഹൈബെ ഈ കേരളത്തിൽ കിടക്കുന്ന ഷുഹൈബ് ഖുറാനുമായിട്ട് നടക്കുന്നത്? യേശുക്രിസ്തു യഹൂദന്മാരുടെ ഇടയിലേക്ക് മാത്രമാണെന്ന് ഘോരം തള്ളുന്ന നിങ്ങൾ, യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ ഭൂലോകം എങ്ങും പോയി സർവ്വ സൃഷ്ടികളോട് സൂചിച്ചിട്ട് പറയാൻ യേശുക്രിസ്തു പറഞ്ഞത്. എന്നാൽ ഇവിടെ അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞു നിനക്ക് ഞാൻ ഈ പുസ്തകം തന്നത് മക്കയിലുള്ള അറബികൾക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് ഇവിടെ ഈ പറയുന്ന ഖുറാനകത്തുള്ളത്. സൂറ ശൂറ 7-ാമത്തെ ആയത്ത്. അപ്രകാരം നിനക്ക് നാം അറബി ഭാഷയിലുള്ള ഒരു പുസ്തകം നൽകിയിരിക്കുന്നത്, ബോധനം നൽകിയിരിക്കുന്നത് മക്കയിലുള്ളവർക്കും ഉമ്മൽ ഖുറായിലുള്ളവർക്കും അതിന് ചുറ്റുമുള്ളവർക്കും, മക്ക മദീന പരിസരത്ത് മാത്രം തങ്ങി നിൽക്കേണ്ട ഒരു പുസ്തകമാണ് ഖുറാൻ, അല്ലാതെ ലോകത്തിന് വേണ്ടി മുഴുവൻ വന്നതല്ല എന്ന് കൃത്യമായി ഖുറാനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ലല്ലോ, തങ്ങളുടെ ഭാഷ സംസാരിച്ചുകൊണ്ടല്ലാതെ ഒരു പ്രവാചകനെയും ഒരു ദേശത്തേക്കും വിട്ടിട്ടില്ലെന്ന്. അപ്പോൾ പിന്നെ അറബി ഭാഷ സംസാരിച്ചു വന്ന മുഹമ്മദ്, മറ്റു ഭാഷകളൊന്നും അറിയാത്ത മുഹമ്മദ് അറബികൾക്ക് വേണ്ടി മാത്രം വന്ന പ്രവാചകനല്ലേ നിങ്ങളുടെ ഖുറാൻ അനുസരിച്ച്? അപ്പോൾ ഇമാതിരി ലോക്കലൈസ്ഡ് പ്രവാചകന്മാരുടെ കാര്യങ്ങളൊക്കെ ഖുറാനകത്താണുള്ളത്. ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ഈസ് നോട്ട് എ പ്രോഫറ്റ്. യേശുക്രിസ്തു എന്ന് പറയുന്നത് ദൈവപുത്രനാണ്, അവൻ മനുഷ്യപുത്രനാണ്, അവൻ പ്രവാചകന്മാരിൽ ഒരുത്തനല്ല. പകരം അവൻ പ്രവാചകന്മാരെ അയച്ച സർവശക്തനായ ദൈവമാണ്. അവൻ പ്രവാചകനായ മോശയെപ്പോലൊരു പ്രവാചകനല്ല, മറിച്ച് മോശയടക്കം പറഞ്ഞിട്ടുള്ള ദൈവമാണ് അവൻ എന്ന് കൃത്യമായിട്ട് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. മോശയും സകല പ്രവാചകന്മാരും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. മോശയും സകല പ്രവാചകന്മാരുടെയും തിരുവഴുത്തിൽ നിന്ന് അവൻ തന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു എന്ന് യേശുക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞു. അപ്പം മോശയടക്കമുള്ള പ്രവാചകന്മാർ, സകല പ്രവാചകന്മാരും എഴുതിയിരിക്കുന്ന വ്യക്തിയാണ് യേശുക്രിസ്തു, അല്ലാതെ യേശുക്രിസ്തു പ്രവാചകന്മാരിൽ ഒരുത്തനല്ല എന്ന് വളരെ കൃത്യമായിട്ട് ബൈബിളിൽ നമുക്ക് കാണാം. അപ്പം ഷിഹാബെ, പടച്ച തമ്പുരാനായ യാഹുവേ ഏതെങ്കിലും ബംഗാളിനെ കയറി വാപ്പയെന്ന് വിളിക്കാതെ സ്വന്തം വാപ്പയെ കയറി വാപ്പയെന്ന് വിളിക്കുക എന്നതുപോലെയാണ് പടച്ച തമ്പുരാനായ യാഹുവേ ദൈവമെന്ന് വിളിക്കാതെ നിങ്ങൾ ഈ പറയുന്ന അള്ളാനെ കയറി, ഈ പറയുന്ന ബംഗാളിനെ കയറി ദൈവമെന്ന് വിളിക്കുക, ജിന്നിനെ കയറി ദൈവമെന്ന് വിളിക്കുന്നത് തെറ്റാണ്. ഈ ജിന്ന് ദേവനായ അള്ളാനെ ദൈവമെന്ന് വിളിക്കുന്നതിന് പകരം, ഇലാഹൻ വാഹിദൻ എന്ന് പറയുന്നതിന് പകരം, ഏക ദൈവം എന്ന് പറയുന്നതിന് പകരം പടച്ച തമ്പുരാനെ യാഹുവേ ഏകദൈവം എന്ന് വിളിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പം ഷിഹാബിൻ്റെ കലാപരിപാടികൾ ഇതോടുകൂടി അവസാനിച്ചു, നമുക്ക് പ്രതീക്ഷിക്കാം. ഷിഹാബിന് ഇനി ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നും ഇല്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു ദിവസം ഇങ്ങനെ ഷിഹാബിന് വേണ്ടി, ഞാൻ ഇതുവരെ മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ദിവസം മാറ്റിയിട്ടില്ല, ശല്യം സഹിക്കാൻ പറ്റട്ടെ ഷിഹാബിന് വേണ്ടി ഒരു ദിവസം തന്നെ വെച്ച്, അങ്ങനെ അത്ര ചോദ്യമുള്ളവർ നേരിട്ട് ഒന്ന് ചോദിക്കട്ടെ എന്ന് വെച്ച്. അപ്പോൾ ഷിഹാബിന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക്, ഷിഹാബ് ഫേസ്ബുക്കിൽ നടക്കം മുങ്ങിയ സ്ഥിതിക്ക് നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കെവിൻ ബ്രദറെ ഒത്തിരി നന്ദി, താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ പ്രോഗ്രാമിന് വന്നതിൽ ഒത്തിരി നന്ദി. ഒത്തിരി എന്താ പറയുക, ഇതുപോലുള്ള ആൾക്ക് വേണ്ടിയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് ക്ഷമിക്കുക, വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്. താങ്ക് യു ബ്രദർ. കെവിൻ ബ്രദർ. താങ്ക് യു ബ്രദർ, താങ്ക് യു. അപ്പോൾ ഷിഹാബ് ഇതുവരെ വന്നിട്ടില്ല. ഷിഹാബ് എന്ന് മാത്രമല്ല, മറ്റൊരു ഇസ്ലാം മതത്തിനും വന്നിട്ടില്ല. അപ്പോൾ
ഇനിയും അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ ഷിഹാബ് വരരുത് കമന്റുകളുമായി. കാര്യം 2 ദിവസം മുമ്പാണ് ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പ് തന്നത്. ഷിഹാബിനെ പ്രിപ്പയർ ചെയ്യാനും എന്തെങ്കിലും തെളിവുകളൊക്കെ ശേഖരിക്കാനും എല്ലാത്തിനും സമയമുണ്ടായിരുന്നു. അപ്പൊ ഷിഹാബ് വരാത്ത സ്ഥിതിക്ക് ഈ കമന്റുകളല്ലാതെ ഷിഹാബിന് ഒന്നും തന്നെ പറയാൻ വ്യക്തമായിരിക്കുന്നു. അപ്പൊ ദയവേത് മാന്യതയുണ്ടെങ്കിൽ താങ്കൾ വീണ്ടും വരരുത്. ഓക്കെ, ചർച്ച പ്രസന്റേഷനും എല്ലാ കാര്യങ്ങളും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഒരു സെക്കൻഡ് ബ്രദറെ. ഷിഹാബ് പിന്നെയും കമന്റ് ഇടുക. എന്റെ പൊന്നു ഷിഹാബ്, ഈ കമന്റ് ഇട്ട് കളിക്കാൻ നേരിട്ട് വാ, നമുക്ക് സംസാരിക്കാം. ഷിഹാബിന്റെ ഒരു കമന്റ് ആണ്. എന്തു പറയുക, ഇദ്ദേഹം ശരിക്കും പൊട്ടനാണോ അതോ അങ്ങനെ അഭിനയിക്കുവാണോ എന്ന് എനിക്ക് നല്ല സംശയം. ഈ കമന്റ് ഇച്ചിരി വലുതാക്കാൻ പറ്റുമെന്ന് നോക്കുന്നത്. ഒരു സെക്കൻഡ്. ഈ കമന്റ്സ് ഒന്ന് വലുതാക്കി എടുക്കാൻ പറ്റൂ എന്നൊന്ന് നോക്കിക്കോട്ടെ. ഒരു സെക്കൻഡ്. ഓക്കെ, അതേ വന്നു ഷിഹാബ്. കമന്റില്ലേ, നേരിട്ട് ഒരാളെ നാട്ടിലില്ലല്ലോ പുള്ളി. ഓക്കെ, അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. അത് മുഴുവൻ വായിച്ച് കഴിഞ്ഞ് എൻ്റെ മറുപടിയും പറഞ്ഞു ഷിഹാബിന് ചെവിക്കുമല്ലോ പോട്ടുണ്ടെങ്കിലേ വല്ല ഡോക്ടറെ പോയി കാണും. അത് തൊട്ട് മുന്നേ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് മര്യാദക്ക് പോയി കേട്ടാ മതി. ദാവീദ് പുത്ര എന്ന് വിളിച്ച് മഷിഹെ എന്ന് വിളിച്ചപ്പോഴാണ് മഷിഹേനെ അയച്ചത് ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആളുകൾക്ക് വേണ്ടിയാണ് മഷിഹ വന്നത്. പക്ഷേ കർത്താവെന്ന് യേശുക്രിസ്തു എന്ന് പറയുന്നത് വെറും ക്രിസ്തു അഥവാ മഷിഹ മാത്രമല്ല. അതുകൊണ്ടാണ് അവൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന നാമം അവന് ഉള്ളത് എന്ന് ബൈബിൾ പറയുന്നത്. അവൻ ഒരു മഷിഹ എന്ന് പറഞ്ഞാൽ അത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രം വരുന്ന മഷിഹ. യഹൂദന്മാർക്ക് രക്ഷകനായിട്ട് വരുന്ന ഒരു അഭിഷിക്തനാണ്. ദാവീദിന്റെ സന്തതിയിൽ വരുന്ന ഒരു അഭിഷിക്തനാണ് മഷിഹ എന്ന് പറയുന്നത്. പക്ഷേ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവൻ കർത്താവാണ്, നമ്മുടെ യജമാനാണ്, നമ്മുടെ ദൈവമാണ് മശിയ എന്ന് പറയുന്നത്, യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിനെ ക്രിസ്തുവെ ദാവീദ് പുത്ര എന്ന് വിളിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ യഹൂദന്മാരൻ മാത്രമാണ് എന്നെ അയച്ചേക്കണെന്ന് പറഞ്ഞത്. പക്ഷേ കർത്താവ് എന്ന് വിളിച്ച് അവൾക്ക് യേശു ക്രിസ്തു സൗഖ്യം കൊടുത്ത് വിടുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരം ഓൾറെഡി പറഞ്ഞതാണ് ഞാൻ ഷിഹാബ്. ഇനി എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ വന്ന് ജോയിൻ ചെയ്ത് പറ. ഇനി ഷിഹാബിൻ്റെ അടുത്തത്, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെ നാശിച്ചിരുന്നു, അത്രയുമല്ല ഇത് സംഭവിച്ചിട്ട് ഇത് 3-ാം നാളാവുന്നു. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവ്. ഇതൊന്നും ഞങ്ങളൊന്നും പറഞ്ഞില്ല. യാക്കോബ് ഗൃഹത്തിന് എന്നല്ല, ഇസ്രായേലിന്റെ രാജാവാണ് യേശു ക്രിസ്തു. യഹോവ സർവ്വഭൂമിക്കും രാജാവാകുന്നു. യേശു ക്രിസ്തു ഭൂമിയിൽ രണ്ടാമത് ഭരിക്കാൻ വരുന്നതിനെ കുറിച്ച് പറയുന്നത് യഹോവ സർവ്വഭൂമിക്കും എന്ന രാജാവായിരിക്കുമെന്ന്. ബ്രദറെ ഒരു സെക്കൻഡ്. യഹോവ സർവ്വഭൂമിക്കും രാജാവാണ് എന്ന് കൃത്യമായിട്ട് ബൈബിള് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്നത് യഹൂദന്മാരുടെ രാജാവാണ് അല്ലെന്നാരാ പറഞ്ഞത്? യഹൂദന്മാരുടെ മാത്രം രാജാവാണെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ടോ? ഇല്ല. അവൻ യാക്കോബ് ഗൃഹത്തിന് മാത്രം എന്നേക്കും രാജാവായിരിക്കുന്നതാണോ? ഇല്ല. അവൻ യാക്കോബ് ഗൃഹത്തിന് രാജാവാ ഇല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷേ സർവശക്തനായ ദൈവമാണവൻ, സർവ്വഭൂമിക്കും അവൻ രാജാവ്. അപ്പോൾ അല്ലാതെ അവൻ യാക്കോബ് ഗൃഹത്തിന് മാത്രം എന്നേക്കും രാജാവായിരിക്കുന്നതൊന്നും ബൈബിളിൽ ഇല്ല എൻ്റെ പൊന്നു സഹോദര. പിന്നെ ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെ നാശിച്ചിരുന്നു. എല്ലാ യഹൂദന്മാരും വിചാരിച്ചത് മശിഹ വരുന്നത് ഇസ്രായേലിനെ വീണ്ടെടുക്കാൻ വേണ്ടിയാണെന്നാണ്. അത് എല്ലാ യഹൂദന്മാരുടെ വിശ്വാസമാണ്. അത്രയുമല്ല ഇത് സംഭവിച്ചിട്ട് 3-ാം നാളാവുന്നു. യേശുക്രിസ്തു മരിച്ചിട്ട് 3-ാം നാളാവുന്നു. ഈ ആള് തന്നെ പറഞ്ഞ് യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്ന്. ഇത് സംഭവിച്ചിട്ട് 3-ാം നാളെന്ന്. എന്ത് സംഭവിച്ചിട്ട്? യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും മരണവും സംഭവിച്ചിട്ട് 3-ാം നാളാകുന്നു. ഓക്കെ, ഇതാണ് ഇവന്മാരുടെയൊക്കെ നിലവാരം. യേശു മരിച്ചിട്ടില്ല എന്നൊരു വായിക്ക് പറയുകയും യേശു മരിച്ചിട്ട് 3 ദിവസമായെന്നുള്ള വാക്യം എടുത്ത് കോട്ട് ചെയ്യുകയും ചെയ്യും. എൻ്റെ പൊന്നു ഷിഹാബേ, ഇനിയെങ്കിലും ഇമാരുടെ ഉടായ്പ നിർത്തിക്കൂടെ? യേശു ക്രിസ്തു യഹൂദന്മാരെ റോമക്കാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ വന്നവനാണെന്നാണ് അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത്. എന്തിന്? പരിശുദ്ധാത്മാവ് വരുന്നവരെ ശിഷ്യന്മാർ വരെ അങ്ങനെ വിചാരിച്ചത്. കാര്യം ശിഷ്യന്മാർ ചോദിക്കുന്നില്ലേ, നീ ഈ സമയത്താണോ ഈ കാലത്താണോ രാജ്യം വിഭജിച്ച് തരാൻ പോണേന്ന് ശിഷ്യന്മാർ ചോദിക്കുക. അമ്മേനെ വിളിച്ചുകൊണ്ട് വരിക. നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഒരാൾ ഇടത്തും ഒരാൾ വലത്തും മന്ത്രിയായിട്ടിരിക്കണമെന്ന് പറയാൻ വേണ്ടി അമ്മേനെ വിളിച്ചുകൊണ്ട് വന്ന് യേശു ക്രിസ്തുവിനിടയ്ക്ക് ശുപാർശ പറയിക്കാൻ വരുന്ന ശിഷ്യന്മാർ വരെ ഉണ്ട്. അത് അവരുടെ ഫെയ്ത്തായിരുന്നു, ശരിയാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദാവീദ് പുത്രൻ എന്നുള്ള നിലയിൽ അവരുടെ വീണ്ടെടുപ്പുകാരനായിട്ടാണ് വരുന്നത്. പക്ഷെ സകല ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചാണ് മശിഹ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് എന്നാ പറയുന്നത്. സകല ജഡവും അവന്റെ രക്ഷയെ കാണും എന്നാ പറയുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. യഹൂദന്മാർക്ക് മാത്രം ഭൂമിയിൽ സമാധാനം എന്നല്ല പറഞ്ഞത്, സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം എന്നാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞത്. അല്ലാതെ ഭൂമിയിൽ യഹൂദന്മാർക്ക് മാത്രം സമാധാനം എന്നല്ല പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ ജനനം കൊണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാഗ്ദത്ത മശിഹ വരുന്നു.
ലോകത്തെ മറ്റ് ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർത്താവ് വരുന്നു, അവരുടെ അഡോണായി വരുന്നു, അവരുടെ അഡോണി വരുന്നു, അവരുടെ യജമാനൻ വരുന്നു, അവരുടെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അതുകൊണ്ട് ആ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം പറഞ്ഞ ഇമ്മാനുയേൽ എന്നവന് പേരിടണം എന്ന് പറഞ്ഞ കാര്യം തന്നെ അതാ. ഓക്കെ, അപ്പോൾ എൻ്റെ പൊന്നു ശിഹാബെ, ഇതുപോലെ അറ്റവും മുറിയുമായിട്ട് വരരുത്. കൃത്യമായ തെളിവുകളുടെയും വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചർച്ച ചെയ്യുക. യേശു പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? യേശുവിൻ്റെ അനുയായി പറഞ്ഞു. എവിടാ യേശുവിൻ്റെ അനുയായി പറഞ്ഞു യേശു പ്രവാചകനാണെന്ന്? യേശു ക്രിസ്തുവിനോട് ചോദിച്ചു. യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ച കാര്യം കൃത്യമായിട്ട് എടുത്ത് കാണിച്ചില്ലേ? യേശു ക്രിസ്തു ശിഷ്യന്മാരോട് എന്താ ചോദിച്ചത് ശിഹാബേ? യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നെ ജനങ്ങൾ ആരെന്ന് പറയുന്നു? പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന് ജനങ്ങൾ പറയുന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞതാ. പത്രോസ്, നീ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. യേശു ക്രിസ്തു പ്രവാചകന്മാരിൽ ഒരുത്തനാണെന്നുള്ള ഒന്നും ഒരു ഡിവൈൻ നോളജ് ഒന്നുമല്ല. അത് ജനങ്ങൾ, ലോക്കലായിട്ടുള്ള അറിവില്ലാത്ത ജനങ്ങൾ പറഞ്ഞുണ്ടാക്കിയ കാര്യമാണെന്നാണ് ബൈബിൾ പറയുന്നത്. യേശു ക്രിസ്തു പ്രവാചകന്മാരിൽ ഒരുത്തനല്ല. യേശു ക്രിസ്തു പ്രവാചകന്മാരയച്ച സർവശക്തനായ ദൈവമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവപുത്രനായി ഭൂമിയിൽ വന്ന, മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്ന, ദാവീദ് പുത്രനായി ഭൂമിയിൽ വന്ന സർവശക്തനായ ദൈവമാണ് യേശുക്രിസ്തു എന്ന് കൃത്യമായിട്ട് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തു ഏതോ പ്രവാചകന്മാരിൽ ഒരുത്തനാണെന്ന് പഠിപ്പിക്കുന്നത് ഈ പറയുന്ന സാത്താന്യ അറിവുള്ള മുഹമ്മദ് മാത്രമാണ്. യേശുക്രിസ്തു മരിക്കരുത് എന്ന് പറഞ്ഞ പത്രോസിനോട്, നീ സാത്താന്റെ ആത്മാവിന്, നീ പോ സാത്താനെന്ന് പറഞ്ഞു പത്രോസിനെ. അപ്പോൾ യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അള്ളാനെ യേശുക്രിസ്തു എന്ത് പറയും? പോ സാത്താനെ എന്ന് യേശുക്രിസ്തു പറയും. മുഹമ്മദിന് എന്ത് പറയും? പോ സാത്താനെ എന്ന് പറയും. ഷിഹാബിന് എന്ത് പറയും? പോ സാത്താനെ എന്ന് പറയും. എൻ്റെ പൊന്നു ഷിഹാബെ, യേശുക്രിസ്തുവിൻ്റെ എന്തിനാ വെറുതെ സാത്താനെ എന്നുള്ള വിളി കേൾക്കുന്നത്? അന്തസ്സോടെ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അത് ഏത് മുഹമ്മദ് ആണെങ്കിലും ഏത് ഷിഹാബ് ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ ഷിഹാബെ, ഈ അള്ളാ എന്ന് പറഞ്ഞ ജിന്നിൻ്റെ അടിമയായിട്ട് ജീവിക്കാതെ പടച്ച തമ്പുരാൻ്റെ മകനായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് എന്തിനാണ് നിങ്ങൾ ഈ അള്ളായിട്ട് അടിമയായിട്ട് ജീവിക്കുന്നത്? സ്വന്തം വാപ്പയെ വാപ്പയെന്ന് വിളിക്കാൻ അവസരമുള്ളപ്പോൾ അപ്പുറത്തെ പണിക്ക് വന്ന ബംഗാളിനെ കയറി വാപ്പ എന്ന് വിളിക്കേണ്ടത് എൻ്റെ ആവശ്യം എന്താന്ന്? നമുക്ക് സ്വന്തം അപ്പൻ ഇല്ലാഞ്ഞിട്ട് വേണമല്ലോ കണ്ട ബംഗാളിനെ കയറി വാപ്പയെന്ന് വിളിക്കാൻ. പടച്ച തമ്പുരാൻ നമുക്ക് ഇല്ലാഞ്ഞിട്ട് വേണമല്ലോ കണ്ട ജിന്ന് ദേവനായ അള്ളാനെ കയറി ദൈവമെന്ന് വിളിക്കാൻ. പടച്ച റബ്ബ് ഇല്ലാതായി തീർന്നിട്ട് വേണമല്ലോ ഏതോ ഇബിലീസിന്റെ സഹോദരനായ ഒരു ജിന്നിനെ കയറി അള്ളാനെ കയറി ദൈവമേ ഇലാഹൻ വാഹിദ പടച്ച റബ്ബേ എന്നൊക്കെ വിളിക്കാൻ. അപ്പോ യഥാർത്ഥ ദൈവത്തിലേക്ക് ഷിഹാബ് വരിക. ഇനി എന്തേ ഷിഹാബെ കമന്റ് ഇല്ലേ? അതിനെക്കുറിച്ച് സെബാസ്റ്റ്യൻ അറിയില്ല, പിന്നീട് പറഞ്ഞുതരാം. എന്തിനു പിന്നീടാക്കണം? വാ ഷിഹാബെ, സെബാസ്റ്റ്യൻ അറിയാത്തവരുടെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പറ, കേക്കട്ടെ. ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുമല്ലേ. സെബാസ്റ്റ്യൻ അറിയാത്ത കാര്യം പിന്നെ രഹസ്യമായിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കാന്ന് പറയുന്നത് എന്തേ? നട്ടലില്ലേ? അത് ഊരി വെച്ചു ആണെങ്കിൽ വന്ന് നിങ്ങളുടെ എന്താ പറയുക, ഇവരുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇവരുടെ ഈമാൻ അള്ളാഹു ഊരിയെടുക്കും. മുസ്ലിം വ്യഭിചാരം ചെയ്താലും മോട്ടിച്ചാലും കുഴപ്പമില്ല, അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. മോട്ടിച്ചാലും കുഴപ്പമില്ല, വ്യഭിചാരം ചെയ്താലും കുഴപ്പമില്ല, ശിർക്ക് കയറുന്നാൽ മാത്രം അവന് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ കാര്യം ചോദിച്ചാൽ പറയാം, അവൻ പാപം ചെയ്യണ സമയത്ത് അവൻ വ്യഭിചാരവും ബലാത്സംഗമൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ ഈമാൻ അങ്ങ് ഉള്ളിൽ നിന്ന് അങ്ങ് ഊരിയെടുക്കും. ഇതുപോലെ ഈ ഷിഹാബിൻ്റെ നട്ടൽ ഇപ്പം ആരാണ്ട് അങ്ങ് ഊരിയെടുത്തേക്കുക. ഇനി കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് പിന്നീട് രഹസ്യമായിട്ട് പറഞ്ഞു തരാമെന്ന്. എന്തിനാ ഈ രഹസ്യ കൊച്ചോടം? ബാ ഷിഹാബേ, നട്ടലുണ്ടെങ്കിൽ വാ, ഞങ്ങളിവിടെ അന്തസ്സായിട്ടല്ലേ കം സ്ട്രൈറ്റ് ഫോർവേഡ് വന്ന് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക. അല്ലാതെ ഈ ഒറ്റയ്ക്കിരുന്ന് ആരെങ്കിലും കമൻറ്റ് ചെയ്തതിൻ്റെ വാലേ കിടന്ന് ടൈപ്പ് ചെയ്ത് കുറേ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെല്ലാത്തിനും മറുപടി തരാം. അതാണ് ചോദിച്ചത്, താങ്കൾ ആരുമോ? ഇന്ത്യൻ പ്രസിഡൻറ്റോ? താങ്കളുടെ കമൻറ്റിനൊക്കെ ഞാൻ അവിടെ ഇരുന്ന് കമൻറ്റിൽ നമ്മുടെ മറുപടി തരണമെന്ന് വാദിക്കാൻ. അപ്പോൾ താങ്കൾക്ക് അങ്ങനെ ഉത്തരം വേണമെങ്കിൽ ഇതേ ഒരു ദിവസം ഷിഹാബിന് വേണ്ടി മാത്രമല്ല ഇതേ പ്രസൻറ്റേഷനിൽ ഷിഹാബിൻ്റെ ഫോട്ടോ സഹിതം വെച്ചാൽ ഞാൻ പറഞ്ഞത് സ്വാഗതം ഷിഹാബ് എന്ന്. അപ്പം ഇല്ല, ഉത്തരവും ഇല്ല, ഒന്നുമില്ല. കുറെ പീറ മനുഷ്യർ ചെന്ന് എങ്ങനെയാണ് ദൈവമാകുന്നത്? മനുഷ്യരുടെ കൈകൊണ്ട് കൊല്ലപ്പെടുമെന്ന് പ്രവചിച്ചത് കൊണ്ടാണ് അവൻ ദൈവമാകുന്നത്. ഇതാ ഞാൻ കൊല്ലപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലപ്പെട്ടുകൊണ്ടാണ് അവൻ ദൈവമാകുന്നത്. അല്ലാതെ മുഹമ്മദിനെ പോലെ കുറച്ച് അജുവായി ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വിഷം തീണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു യഹൂദ സ്ത്രീ കൊടുത്ത വിഷം കുടിച്ച് മരിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങളുടെ കർത്താവിനില്ല.
മരിച്ച മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ഭൂമിയിലെ ഒരു മനുഷ്യൻ നിഷ്കളങ്കനായി ജനിച്ച് ജീവിച്ച് മരിക്കും എന്ന് കൃത്യമായിട്ട് പ്രവചിക്കുകയും ആ മനുഷ്യനായിട്ട് സർവശക്തനായ ദൈവം തന്നെ ഇറങ്ങി വരികയും ചെയ്തുകൊണ്ടാണ് യേശുക്രിസ്തു എന്ന ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നപ്പോൾ അവനെ കൊന്നെ. ദൈവമായിട്ട് ഇറങ്ങിയൊന്നും ആരും കൊല്ലത്തില്ല, ആരും തൊടത്തുമില്ല, തൊടാൻ ധൈര്യപ്പെടത്തുമില്ല, തൊടാൻ സാധിക്കത്തുമില്ല. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ എല്ലാ മഹിമകളും വിടും. ഞാനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് എന്താണെന്ന് ഈ പറയുന്ന ഹബീലിനറിയാവോ? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവസമാനത മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ദാസരൂപം എടുത്ത് നമ്മുടെ ഇടയിലേക്ക് വന്നു. അവൻ ദൈവം എന്നുള്ള അതേ മഹത്വം മുറുകെ പിടിച്ചിരിക്കാതെ വേഷത്തിൽ തന്നെത്താൻ താഴ്ത്തി ദാസരൂപം എടുത്ത് ഭൂമിയിൽ വന്നുകൊണ്ടാണ് മനുഷ്യർക്ക് കൊന്നു തള്ളാൻ പറ്റിയത്. ഇനി മനുഷ്യർക്ക് കൊന്നു തള്ളാൻ ഏത് മനുഷ്യനെയും പറ്റും. വിഷം കൊടുത്ത് വേണം മുഹമ്മദിനെയും കൊല്ലാം, ഒരു കുഴപ്പവുമില്ല. മുഹമ്മദിന്റെ ഖലീഫമാരെ എല്ലാം വാളിന് കുത്തിക്കൊല്ലാൻ പറ്റി, ഒരു കുഴപ്പവുമില്ല. അവരുടെ ആളുകൾ തന്നെ കൊന്നു, നമ്മളാരുമല്ല. പക്ഷെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പുറത്തേക്ക് വരണമെങ്കിലേ അവൻ സർവശക്തനായ ദൈവമായിരിക്കണം. ലാസർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, ലാസറിനെ ഉയർപ്പിക്കേണ്ടി വന്നു. ലാസർ പിന്നീട് മരിക്കുകയും ചെയ്തു. ഒത്തിരി ആളുകൾ യേശുക്രിസ്തു ഉയർപ്പിച്ചിട്ടുണ്ട്, ശിഷ്യന്മാരും മരിച്ചവർ ഉയർപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം പിന്നീട് പ്രായവ്യത്തി മരിച്ചു. പക്ഷേ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നത് പിന്നീടൊരു മരണത്തിനല്ല, അവൻ പുനരുദ്ധാന ശരീരം എടുത്തുകൊണ്ടാണ് വന്നേ. അത് ദൈവം തമ്പുരാനെ മാത്രം സാധിക്കുന്ന ഒന്നാണ്. മനസ്സിലായോ? അപ്പോൾ കുറെ പീറ മനുഷ്യർ എന്ന് കൊന്നു തള്ളിയ ആളല്ല ദൈവമാകുന്നത്. അങ്ങനെ കൊന്നു തള്ളപ്പെടുന്ന ഒരാളായിട്ട് ദൈവം വന്നതുകൊണ്ടാണ് യേശുവിനെ ദൈവം എന്ന് വിളിക്കുക. അല്ല ആരെങ്കിലും ചേർന്ന് കൊന്നതുകൊണ്ടല്ല യേശുവിനെ ദൈവം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ വിഷം അടിച്ച് മരിച്ച മുഹമ്മദ് വരെ ദൈവമായി പോവില്ലേ? ആരെങ്കിലും ചേർന്ന് കൊന്നതുകൊണ്ടല്ല യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വിളിക്കുന്നത്. അവൻ ക്രൂശിക്കപ്പെട്ടത് കൊണ്ടല്ല അവനെ ദൈവം എന്ന് വിളിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായി ഒരു മനുഷ്യനായിട്ട് അവൻ ഭൂമിയിൽ വന്നത് ദൈവമായതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വിളിക്കുന്നത്. വചനം ജഡമായി തീർന്ന് കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത വചനം ദൈവമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വിളിക്കുന്നത്. അപ്പം മനുഷ്യരാൽ കൊല്ലപ്പെടാൻ വേണ്ടി തന്നെ വന്നതാണ് യേശുക്രിസ്തു എന്ന് വളരെ കൃത്യമായിട്ട് യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു, ഞാൻ മരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പം അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നത് സാത്താൻ്റെ ആത്മാവാണ്. അതിനപ്പുറം അതിനകത്തൊരു ഇതില്ല. കാര്യം യേശുക്രിസ്തു കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 23 വാക്യങ്ങൾ. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അതായത് യേശുക്രിസ്തു കൊല്ലപ്പെടണം എന്നുള്ള കാര്യം യേശുക്രിസ്തു നേരിട്ട് ശിഷ്യന്മാരോട് തന്നെ മുൻകൂട്ടി കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷമാണ് പോയി കൊല്ലപ്പെട്ടത്. മനസ്സിലായോ? അതായത് ആരെങ്കിലും മനുഷ്യരെ ഇരുന്ന് അടിച്ചു കുത്തി കൊന്നതല്ല യേശുവിനെ. യേശുക്രിസ്തു കൊല്ലപ്പെടാൻ വന്നു, മനുഷ്യരത് ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. സെബാസ്റ്റിൻ ഒരു മനുഷ്യനെ ദൈവമാക്കി വെച്ചതുകൊണ്ട് വഴിപഴിച്ചു പോയില്ല. എൻ്റെ പൊന്നു സഹോദര, അല്ലാഹ് എന്ന് പറയുന്ന ഇബിലീസിന്റെ സഹോദര ജിന്നായ ഒരു ജിന്നിനെ ദൈവമാക്കി വെച്ച് നിങ്ങളാണ്, ഞങ്ങളല്ല. ഒരു ഭൂതത്തെ ദൈവമാക്കി വെച്ച നിങ്ങളാണ്, ഞങ്ങളല്ല. ഞങ്ങൾ ദൈവമാക്കി വെച്ചിട്ട് പടച്ചതമ്പുരാനായ യാഹുവേ, ആ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ പ്രത്യക്ഷനായതുകൊണ്ട് ദൈവം അല്ലാതാവൂ. ദൈവത്തിന് മനുഷ്യനായിട്ട് ഭൂമിയിൽ വരാനുള്ള കഴിവുണ്ട്. അവൻ സർവശക്തനായ ദൈവമാണ്. അവന് മനുഷ്യനായിട്ട് ഭൂമിയിൽ വരാം, അവനൊരു ദൈവദൂതന്റെ രൂപത്തിൽ ഭൂമിയിൽ വരാം, ഒരു മനുഷ്യപുത്രന്റെ രൂപത്തിൽ ഭൂമിയിൽ വരാം. അത് ദൈവത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ഒരു രൂപമില്ലാതെ ശബ്ദമായിട്ട് അവന് നമ്മളോട് സംസാരിക്കാം. കാര്യം അവൻ സർവശക്തനായ ദൈവമാണ്. അള്ളാഹു എന്ന് പറയുന്ന ജിന്നിന് അങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ല. ജിന്നിന് നടന്നു പോലും പോകാൻ പറ്റില്ല. ഈ അള്ളാഹുവിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ 8 കൂട്ടർ എന്ന് കസേര ചുമന്നുകൊണ്ട് നടക്കണം. അങ്ങനെ 8 കൂട്ടർ അന്നാളിൽ 8 കൂട്ടർ അള്ളാഹുവിനെ ചുമന്നുകൊണ്ട് നടക്കുമെന്നാണ് പറയുന്നത്. ഞാനല്ല പറഞ്ഞത്, നിങ്ങളുടെ ഖുറാനകത്തുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല എന്നാണ് മുഹമ്മദ് പോലും പറഞ്ഞത്. കാര്യം ഉത്തരവില്ല അവർക്ക്. അപ്പം മനുഷ്യനെ ദൈവമാക്കി വെക്കുകയല്ല ക്രൈസ്തവർ ചെയ്യുന്നത്. സർവശക്തനായ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നപ്പോൾ അതിനെ അംഗീകരിക്കുകയാണ്. ഞങ്ങളുടെ പടച്ച റബ്ബാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട്, ഞങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഞങ്ങൾക്ക് നിത്യജീവൻ തന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലാതെ ഇബിലീസിൻ്റെ, സാത്താൻ്റെ, ഒരു ശൈത്താൻ്റെ സഹോദരനായ ഒരു ജിന്നിനെ കയറി പടച്ച റബ്ബേ എന്ന് ഞങ്ങൾ വിളിക്കുന്നില്ല. അപ്പം അങ്ങനെ വിളിക്കുന്നത് നിങ്ങൾ എത്രയധികം വഴിപഴച്ചു പോയി. പടച്ചതമ്പുരാൻ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നപ്പോൾ ആ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്ന പടച്ചറപ്പ് തന്നെയാണെന്ന് അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ. എന്നാൽ ആ ഭൂമിയിൽ മനുഷ്യനായിട്ട് പോലും വന്ന
നമ്മളെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് നമ്മളെപ്പോലൊരുവനായി ഇറങ്ങി വരാൻ പോലെ തയ്യാറായ പടച്ചതമ്പുരാനായ യാഹുവെ ഉപേക്ഷിച്ചിട്ട് ഇബ്ലീസിന്റെ സഹോദര ജിന്നായ ഒരു ജിന്നായ അള്ളാനെ കയറി അല്ലാത്ത അല്ലുസ, മൽമനാത്ത് എന്ന് പറയുന്ന 3 ജിന്നുകളുടെ വാപ്പയായ, ജിന്നുകളുടെ നേതാക്കന്മാരുടെ മരുമകനായ, ജിന്നുകളെ പ്രധാന സ്ത്രീകളെ വിവാഹം കഴിച്ച അല്ലാഹ് എന്ന് പറയുന്ന ജിന്നിനെ ദൈവമാക്കി വെച്ച അപ്പോൾ വഴിപിഴച്ചില്ലേ? അപ്പം പിന്നെ മുഹമ്മദും നിങ്ങളുമൊക്കെ ഒന്നാന്തരം വഴിപിഴച്ചവരല്ലേ എൻ്റെ പൊന്ന് ഹബീലെ? അപ്പം ആദ്യം വഴിപിഴച്ച വിശ്വാസത്തിൽ നിന്ന് ഹബീലടക്കമുള്ള മുസ്ലിങ്ങളാണ് പുറത്തു വരേണ്ടത്. മുഹമ്മദ് ഷെരീഫെ, ഞാൻ ഇതുവരെ സത്യമാണ്, ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ നുണയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ നട്ടലുണ്ടേ വാ. ഞങ്ങൾ പരസ്യമായിട്ടല്ല വിളിക്കുന്നത്, രഹസ്യമായിട്ടൊന്നുമല്ലല്ലോ, പരസ്യമായിട്ടാണ്. മുഹമ്മദ് സലാമോ മുഹമ്മദ് ഷെരീഫോ ഇനി വേറെ ഏതെങ്കിലും ഷെരീഫ് അതിനകത്തുണ്ടെങ്കിൽ കടന്നു വരിക. മുസ്ലിങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ നുണയാണ് സെബാസ്റ്റ്യൻ അസഭ്യം പറഞ്ഞു. ഞാൻ ഒരു വാക്ക് പോലും അസഭ്യം പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. തന്തയില്ലാത്തതിനെ കുറിച്ച് നിങ്ങൾ അള്ളാവോ? ഞാനല്ല. സെബാസ്റ്റ്യൻ നുണ പറയുന്നു. ഞാൻ പറഞ്ഞ ഒരു നുണയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ വെല്ലുവിളിച്ചിട്ട് അതില്ല. അപ്പം നിങ്ങളല്ലേ യഥാർത്ഥത്തിൽ നുണ പറയുന്നത്? ഞാൻ നുണ പറഞ്ഞു എന്നുള്ളൊരു നുണ നിങ്ങളാണ് പറയുന്നത്. കാര്യം നിങ്ങളുടെ പ്രവാചകൻ നുണ പറയുന്നവനാണ്, അതുകൊണ്ട് നിങ്ങൾ നുണ പറയുന്നു. ദാറ്റ്സ് ആൾ. അപ്പോൾ നിങ്ങൾ ദൈവത്തെ ഓർത്ത് നട്ടലില്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങരുത്. പത്രോസ് പറഞ്ഞപ്പോൾ യേശു ദൈവമായിരുന്നു, അപ്പം മനുഷ്യർ യേശുവിനെ കൊത്തപ്പോൾ വെറും മനുഷ്യനായിരുന്നു. ഭൂലോക കോമഡി. എൻ്റെ പൊന്നു സഹോദര, ദൈവത്തിന് മനുഷ്യനായിട്ട് ഭൂമിയിൽ പ്രത്യക്ഷനാകാൻ സാധിക്കും. അവൻ മനുഷ്യനായി ജനിച്ച്, ജീവിച്ച്, മരിച്ച്, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പത്രോസ് പറഞ്ഞപ്പോഴല്ല യേശു ദൈവമായത്. പത്രോസ് ജനിക്കണതിന് മുന്നേ യേശു ദൈവമാ. പത്രോസ് എന്നല്ല, ആദം ജനിക്കണതിന് മുന്നേ തന്നെ യേശുവായിട്ട് ഭൂമിയിൽ വന്ന ദൈവമാണ് ആദത്തിന്റെ സൃഷ്ടാവ്. അപ്പൊ ദൈവം ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നൊരു ഇൻസ്റ്റൻസ് മാത്രമാണ് ഈ BC 1-ാം നൂറ്റാണ്ടിൽ നടന്ന യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത്. അതായത് ദൈവമായിട്ട് ഭൂമിയിൽ മനുഷ്യരിടപെട്ടിട്ടുണ്ട്. ഒരു ദൂതന്റെ വേഷത്തിൽ പലപ്പോഴും ഭൂമിയിൽ വന്നിട്ടുണ്ട്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൽ വെറും ഒരു ഇൻസ്റ്റൻസ് മാത്രമാണ് ഈ BC 1-ാം നൂറ്റാണ്ടിൽ യേശു ക്രിസ്തുവായിട്ട് വന്നത്. അവൻ ഇനിയും വരും മനുഷ്യപുത്രനായിട്ട് നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി. അപ്പോൾ യേശുക്രിസ്തു ജനിച്ചപ്പോഴും മനുഷ്യനാണ്, യേശുക്രിസ്തു ജീവിച്ചപ്പോഴും മനുഷ്യനാണ്, യേശുക്രിസ്തു മരിച്ചപ്പോഴും അവൻ മനുഷ്യനാണ്. യേശുക്രിസ്തു ജനിച്ചതുകൊണ്ടോ ജീവിച്ചതുകൊണ്ടോ മരിച്ചതുകൊണ്ടോ അല്ല അവനെ ദൈവം എന്ന് വിളിക്കുന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടും അല്ല അവനെ ദൈവം എന്ന് വിളിക്കുന്നത്. ഈ ജനിച്ച്, ജീവിച്ച്, മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ ആ മനുഷ്യനായി ഭൂമിയിൽ വന്നത് പടച്ച തമ്പുരാനായതുകൊണ്ട് അവനെ ദൈവം എന്ന് വിളിക്കുന്നത്. അല്ലാതെ അള്ളാഹു എന്ന് പറഞ്ഞ കണ്ട ജിന്നല്ല, ഇബ്ലീസിന്റെ ചേട്ടനല്ല ഭൂമിയിൽ വന്നത്. പടച്ചറബായി യാഹുവേ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് അവന് യഹോശുവ, യാഹുവേ ഹെശുവ, രക്ഷകനായ യഹോവ എന്ന് പേര് പോലും വന്നത്. അപ്പം യഹോശുവ എന്ന നാമത്തോടുകൂടെ, എന്ന പേരോടുകൂടെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കൊണ്ട് അവൻ യഹോശുവ എന്ന് പേരിടണം, അവന് പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് അവൻ യഹോശുവ എന്ന് പേരിടണം എന്നുള്ള വാക്യം ദൂതം വന്ന് കൊടുത്തു തന്നെ അതാ. അപ്പോൾ പത്രോസ് പറഞ്ഞതുകൊണ്ടോ, യേശു ജനിച്ചതുകൊണ്ടോ, ജീവിച്ചതുകൊണ്ടോ, മരിച്ചതുകൊണ്ടോ അല്ല യേശു ദൈവമാകുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടുമല്ല യേശു ദൈവമാകുന്നത്. ഈ ജനിച്ച്, ജീവിച്ച്, അടക്കപ്പെട്ട്, മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ ആ മനുഷ്യനായി ഭൂമിയിൽ വെളിപ്പെട്ടത് പടച്ചതമ്പുരാനായതുകൊണ്ടാണ് യേശുവിനെ ദൈവം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ജഡപ്രകാരം അവൻ ഈ യഹൂദന്മാരിൽ നിന്ന് വന്നതാ. പക്ഷേ അവൻ എന്നേക്കും ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആര് മനുഷ്യനായി വന്ന് എന്നെ ദൈവം അയച്ചിരിക്കുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. യേശുക്രിസ്തു ദൈവം അയച്ചിരിക്കുന്നത് മാത്രമാണോ പറഞ്ഞേ? അല്ല. എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കാണിച്ചു തരണം, ദൈവത്തെ ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ മറുപടി എന്താ? എന്നെ കണ്ടിരിക്കുന്നവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു, പിന്നെ ദൈവത്തെ കാണിച്ചു തരണം എന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് ഇന്നു മുതൽ നിങ്ങളവനെ കണ്ടുപിരിക്കുന്നു, അവനെ അറിഞ്ഞുപിരിക്കുന്നു എന്നാ. അപ്പോൾ പിന്നെ യേശു ദൈവം അല്ലേ? യേശു നുണ പറഞ്ഞാൽ വരുമല്ലോ. യേശു ദൈവം അല്ലെങ്കിൽ യേശുവിനെ കണ്ടപ്പോൾ ദൈവത്തെ കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി വേറെ ദൈവത്തെ കാണിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾ പിന്നെ എങ്ങനെ ചോദിക്കും? ഹൗ ക്യാൻ യു ആസ്ക് എന്താ യേശു ക്രിസ്തു ചോദിക്കുന്നത്? പിതാവിനെ കാണിച്ചു തരണമെന്ന് നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെ? അപ്പോൾ
യേശുക്രിസ്തു ദൈവമാണെന്ന് യേശുക്രിസ്തുവാ പറഞ്ഞത്, ഞങ്ങളാരും അല്ല. യേശുക്രിസ്തുവിനെ കണ്ടാൽ ദൈവത്തെ കണ്ടതാണെന്ന് യേശുക്രിസ്തുവാണ് പറഞ്ഞത്. യേശുക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് ഇനി വേറെ ദൈവത്തെ തിരക്കി നടക്കണ്ട എന്ന് യേശുക്രിസ്തുവാണ് പറഞ്ഞത്. അപ്പം സർവശക്തനായ സൃഷ്ടാവായ പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. ആ പടച്ചുറപ്പ് തന്നെയാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നതെന്ന് യേശുക്രിസ്തുവും പ്രവാചകന്മാരും ഒരുപോലെ പറയുമ്പോൾ, ഏതോ ജിന്നിനെ ദൈവമായിട്ട് ആരാധിക്കുന്ന, ഇബിലീസിന്റെ ചേട്ടൻ ജിന്നിനെ, സഹോദര ജിന്നിനെ ദൈവമായിട്ട് ആരാധിക്കുന്ന, സൃഷ്ടാക്കളിൽ ഒരുവനായ ഈ ഖുറൈശ് മതത്തിലെ അള്ളാഹ് എന്ന ജിന്നിനെ ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു കൂട്ടം മുഹമ്മദും അവന്റെ ശിഷ്യന്മാരും പറയുക യേശു ദൈവമല്ല എന്ന്. ആരാ വിശ്വസിക്കണം ഞങ്ങൾ? ഈ ജിന്നിനെ വിശ്വസിക്കണോ പടച്ചറബിനെ വിശ്വസിക്കണം? അപ്പോൾ എന്തായാലും നമ്മുടെ ഷിഹാബിന് കൊടുക്കാവുന്ന അവസരം മുഴുവൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഷിഹാബിന് നട്ടലെന്ന് പറയുന്ന സംഭവം ഇല്ലാത്തത് കൊണ്ടും ഇവർ പറയുന്നതെല്ലാം നുണയാണെന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടും അവരുടെ കമൻറ്റുകൾക്ക് നമ്മൾ മറുപടി കൊടുത്തു കഴിഞ്ഞ് ഇനി കമൻ്റ് ഒന്നും ബാക്കിയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും നേരം കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുന്നു. ഒരു പ്രാവശ്യം ഓൾറെഡി പറഞ്ഞതാണ്, ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുന്നു. കെ ബ്രദറെ, ഹാൻഡ് റൈസിങ് ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഹാൻഡ് റൈസ് ചെയ്ത് ആരും ഇല്ല, ഈ ഷിഹാബിൻ ടീമുകളൊന്നും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല ബ്രദർ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ബ്രദർ. ഒത്തിരി താങ്ക്സ് ബ്രദർ. എന്തായാലും ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.